റഹ്മത്തുള്ളാഹി പറയുന്നത് നിനക്ക് പേച്ചിട്ടുണ്ട്, നീ അത് മനസ്സിലാക്കണം. പേച്ചോ മനസ്സിലാക്കൂല, എനിക്ക് പേച്ചിട്ടുണ്ട്. ഇത് ചിന്തിക്കണം, തമാശയല്ല. ബറക്കത്തിനെ കുറിച്ച് ഇത് ലോക പ്രശസ്തമായ ദീനല്ലേ മുഅ്മിനെ, ഇതല്ലേ മുൻഗാമികൾ വിശ്വസിച്ചത്. സ്നേഹം കൊണ്ട് പറയാണ് മുഅ്മിനീങ്ങളെ, ഇതിനെ തള്ളിപ്പറഞ്ഞ അങ്ങാടിയിൽ വെറുതെ തള്ളിപ്പറഞ്ഞ തർക്കം ചെയ്യുന്നവൻ അവന്റെ ആഖിബത്ത് നശിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ ആക്ഷേപിച്ചത് മുസ്തഫ നബിയുടെ ആസാറിനെയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തങ്ങൾ തന്റെ അൽ-ഇസാബയിൽ പറയുന്നുണ്ട്, മക്ക പിടിച്ചടക്കിയപ്പോൾ മക്ക ഫതഹാക്കിയപ്പോ മക്കക്കാരൊക്കെ അവരെ കുട്ടികളെയും കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. സഹാബികൾ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? മക്കക്കാർ, സഹാബികൾ, പുതിയ സഹാബികളും പഴയ സഹാബികളൊക്കെ കുട്ടികളെയും കൊണ്ടുവന്നു. നമ്മളിപ്പോ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് പേരിടാനോ, ആ കുട്ടിക്ക് ഒരു മധുരം കൊടുക്കാനോ, ആ കുട്ടിക്ക് ഒരു അലിഫൈരി കൊടുക്കാനോ പാണക്കാട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അഹ്ലുബൈത്തിന്റെ അടുത്ത് കൊണ്ടുപോവുക, ഇതിനൊക്കെ അസ്ലുണ്ട്. ഇതൊന്നും തമാശല്ല, അതിനൊക്കെ അസ്ലുണ്ട്. എത്ര പോയാലും അവനൊക്കെ അസ്ലിലേക്ക് മടങ്ങി വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതൊക്കെ അള്ളാന്റെ അസ്ലിയായ തീരുമാനത്തിൽ അള്ളാഹ് എഴുതി വെച്ച സംഗതിയാ. അതൊക്കെ അള്ളാഹു ആ പ്രത്യേകമായ ആളുകൾക്ക് മാത്രമേ അത് കൊടുക്കൂ. ഈ കുട്ടികളെയും കൊണ്ട് സ്വഹാബികളായ മക്കക്കാർ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നു. എന്തിനു വേണ്ടി? ഫയംസഹു അലാ റൂസിഹിം, അവരെ തലയിൽ റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് തടവി കൊടുക്കാൻ. ഇത് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തന്റെ അൽ-ഇസാബയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകയല്ല, ചിന്തിക്ക. അപ്പൊ ഹബീബായ നബിയുടെ കൈ തൊട്ടതിന് പോലും ബറക്കത്തുണ്ട് എന്നവര് വിശ്വസിച്ചിരുന്നു. റളിയല്ലാഹു അൻഹും വർക്കട് പറയും, റളിയല്ലാഹു അൻഹും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, സ്വഹീഹുൽ ബുഖാരി